അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത ഫിഖ്ഹിന്റെ 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ വുളൂ എന്നാണ് ഹെഡിങ്. വുളൂവിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ചെറിയ അശുദ്ധി ഉണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാകും, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ വുളൂ വേണം. ചിലത് ചെയ്തതിന് വേണ്ടി വുളൂ എടുക്കൽ സുന്നത്താണ്. 2 ഹുഫയുടെ മേൽ തടവുന്ന രീതി, ഒരാൾ ശുദ്ധി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, അതായത് ഉളു ഉണ്ടാക്കിക്കണോ ഇല്ലയോ സംശയിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളാണ് പാഠത്തിൽ പറയുന്നത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി, നിങ്ങളെ മുഖങ്ങളും നിങ്ങളെ കൈകൾ മുട്ടുവരെയും കഴുകുക. വംസഹൂ ബിറൂസിക്കും, നിങ്ങളെ തലവുകൾ നിങ്ങളുടെ തലകൾ തടവുക. വഅർജുലക്കും ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ ഞെരിയാനുൾപ്പെടെ കാലുകളും കഴുകുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വുളൂവിന്റെ രൂപം നമ്മെ പഠിപ്പിക്കാൻ. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ലഅ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അശുദ്ധിയുള്ളവൻ ഉളു എടുക്കുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോ നിസ്കരിക്കണമെങ്കിൽ ഉളു നിർബന്ധമാണ്. ഉളു ഇല്ലാതെയുള്ള നിസ്കാരം ശരിയാവുകയില്ല എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ മറ്റൊരു ഹദീസ്. ഇന്ന ഉമ്മത്തി യുദ്അൗന യൗമൽ ഖിയാമ, നിശ്ചയം എൻ്റെ സമുദായത്തെ യുദ്അൗന യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ വിളിക്കപ്പെടും. ഉർറൻ മുഹജ്ജലീൻ, ഉർറൻ മുഹജ്ജലീൻ എന്നാണ് വിളിക്കപ്പെടുക. എന്താ അതിനർത്ഥം? കൈകാലുകൾ വെളുത്തവരെ. മിൻ ആസാരിൽ വുളൂഇ, വുളൂഇന്റെ അടയാളത്തിനാൽ കൈകാലുകൾ വെളുത്തവരെ എന്നാണ് വിളിക്കുക. ഫമനിസ്തതാ മിൻകും, അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമായവർ അൻ യുത്തീല ഉറത്തഹു ഫൽയഫ്അൽ, അവന്റെ കൈകാലുകൾ നീട്ടിക്കഴുകട്ടെ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, മാ യഹ്റമു ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, അഥവാ ഉളൂ ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ്. യഹ്റമു ബിൽ ഹദസിൽ അസ്ഗരി സിത്തത്തു ഉമൂരിൻ, ചെറിയ അശുദ്ധി കൊണ്ട് 6 കാര്യങ്ങൾ ഹറാമാകും. ഏതൊക്കെയാണത്? 1 സ്വലാത്ത് നിസ്കാരം, 2 തവാഫ്, 3 വസുജൂദുൻ സുജൂദ്, 4 ഖുതുബത്തുൽ ജുമുഅ ഖുതുബ, 5 വഹംലിൽ മുസ്ഹഫി, മുസ്ഹഫ് ചുമക്ക, 6 വമസ്ഹു, മുസ്ഹഫ് തൊട. വക്കൽ മുസ്ഹഫി മാ കുതിബ ഫീഹി ഖുർആനുൻ, മുസ്ഹഫ് പോലെ തന്നെയാണ് ഖുർആൻ എഴുതപ്പെട്ട വസ്തുക്കളും. വലാ യഹ്റമു ഹംലുഹു, ഖുർആൻ ചുമക്കൽ ഹറാമില്ല. മഅ മതാഇൻ, ചരക്കോടുകൂടെ. ഖുർആനിന്റെ കൂടെ മറ്റു സാധനങ്ങളുണ്ടെങ്കിൽ ആ സാധനങ്ങളപ്പം ഉളു ഇല്ലാതെ മുസ്ഹഫ് അടക്കം പിടിക്കാവുന്നതാണ്. വൽ മുസ്ഹഫ് ഗൈറ മഖ്സൂദിൻ, എന്താ അതിന്റെ കാരണം? മുസ്ഹഫ് അവിടെ ഉദ്ദേശമില്ല, മുസ്ഹഫ് അല്ല അവിടെ മഖ്സൂദ് ഉദ്ദേശം. പിന്നെയോ സാധനങ്ങൾ, ചരക്കുകളാണ് ഉദ്ദേശം. അപ്പൊ ചരക്കുകളിൽ മുസ്ഹഫ് ഉൾപ്പെട്ടതുകൊണ്ട് ആ ചരക്ക് ഉൾപ്പെട്ട ആ ബാഗ് അല്ലെങ്കിൽ ആ കീസ എടുക്കുന്നത് കൊണ്ട്, ഉളൂ ഇല്ലാതെ എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല. വലാ മഅ തഫ്സീരിൻ സാദ അലൈഹി, ഖുർആനിനേക്കാൾ അധികമുള്ള ഖുർആൻ വ്യാഖ്യാനം അതിലുണ്ടെങ്കിൽ അതും ഉളൂ ഇല്ലാതെ ചുമക്കുന്നത് വിരോധമില്ല. വലാ യജൂസു തംകീനു ഗൈറിൽ മുമയ്യിസി മിൻ മുസ്ഹഫിൻ, വകതിരിവില്ലാത്ത കുട്ടിയെ
മുസ്ഹഫ് എടുക്കുന്നത് വകതിരിവില്ലാത്ത കുട്ടിക്ക് മുസ്ഹഫ് എടുക്കുന്നത് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അനുവദനീയമല്ല. കഥ അതേ പ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത കുട്ടിക്ക് നൽകാൻ പാടില്ല കുല്ല് മുഅല്ലമിൻ എല്ലാ വന്ദിക്കപ്പെടുന്ന സാധനവും. വവളഉ നഹ്വി ദിർഹമിൻ ഫിൽ മുസ്ഹഫി മുസ്ഹഫില് ദിർഹം പോലെയുള്ളത് വെക്കുക, അതും പാടില്ല. വതംസീഖുഹു അബസൻ വെറുതെ ഖുർആൻ പിച്ചു ചീന്തുക. വമദ്ദുർ റിജ്ലി ഇലൈഹി മാലം യകുൻ അലാ മുർതഫിൻ ഖുർആൻ ഉയർന്ന സ്ഥലത്തല്ലെങ്കിൽ അതിലേക്ക് കാൽ നീട്ടലും ഹറാമാണ്. വകിതാബത്തുൽ ഖുർആനി ബിഗൈരിൽ അറബിയ്യത്തി ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിലും എഴുതുന്നത് ഹറാമാണ്. വബൽഉ മാ കുതിബ അലൈഹി ഖുർആൻ എഴുതിയത് വിഴുങ്ങാനും പാടില്ല. ലാ ശുർബുഹു ലിശിഫാഇ രോഗശമനത്തിന് വേണ്ടി കുടിക്കൽ അനുവദനീയമാണ്. ഇനി നോക്കൂ, വയുസന്നുൽ ഖിയാമു ലിൽ മുസ്ഹഫി കൽ ആലിം ഒരു പണ്ഡിതനെ കണ്ടാൽ എണീറ്റ് നിൽക്കൽ സുന്നത്തായതുപോലെ മുസ്ഹഫിനെ കണ്ടാൽ എണീറ്റ് നിൽക്കൽ സുന്നത്താണ്. ബൽ എന്നല്ല ഔലാ പണ്ഡിതനേക്കാൾ എണീറ്റ് നിൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഖുർആനിനോടാണ്. വയക്റഹു ഹർക്കുഹു ഇല്ലാ ലിനഹ്വി സിയാനത്തിൻ ഖുർആൻ സൂക്ഷിക്കാൻ വേണ്ടിയല്ലാതെ കരിക്കലും കറാഹത്താണ്. ഇനി മാ യുസന്നു ലഹുൽ വുളൂഉ ഔ മിൻഹു മുമ്പോ ശേഷമോ ഉളു സുന്നത്തുള്ള കാര്യങ്ങൾ അതാണ് പറയുന്നത്. യുസന്നുൽ വുളൂഉ ലി ഉമൂരിൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉളു സുന്നത്താണ്. മിൻഹ അതിൽപ്പെട്ടതാണ് ഖിറാഅത്ത് ഖുർആനിൻ ഔ ഹദീസിൻ ഖുർആൻ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഹദീസ് പാരായണം ചെയ്യുക. വസമാഉഹുമ അല്ലെങ്കിൽ ഖുർആനോ ഹദീസ് കേൾക്കുക. വദിക്റുല്ലാഹി അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുക. വതഅല്ലുമു ഇൽമിൻ ശർഈൻ മതവിജ്ഞാനം പഠിക്കുക. വതഅലീമുഹു മതവിജ്ഞാനം പഠിപ്പിക്കുക. വകിതാബത്തുഹു അത് എഴുതുക. വദുഖൂലു മസ്ജിദിൻ പള്ളിയിൽ കയറുക. വസിയാറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുക. വൽ അദാനു ബാങ്ക് വിളിക്കുക. വൽ ഇഖാമത്തു ഇഖാമത്ത് വിളിക്കുക. വഅക്ലു ജുനുബിൻ ജനാബത്തുകാരൻ തിന്നുക. വശുർബുഹു കുടിക്കുക. വഅത്ഉ സംഭോഗം ചെയ്യുക. വഹംലു മയ്യിത്തിൻ മയ്യിത്ത് ചുമക്കുക. വഹംലു കുത്തുബി തഫ്സീരി തഫ്സീറിന്റെ ഗ്രന്ഥം എഴുതുക. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ചുമക്കുക. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വുളൂഉ സുന്നത്താണ്. ഇനി പറയുന്നത് വയന്തബുൽ വുളൂഉ മിൻ ഉമൂരിൻ ചില കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. മിൻഹ അതിൽപ്പെട്ടതാണ് ഖൽമുൽ ളുഫ്രി നഖം വെട്ടുക. വഖസ്സു ശാരബി മീസ മുറിക്കുക. വഹൽഖുർ റഅസി തലമുടി കളയുക. വഖൈഉൻ ഛർദിക്കുക. വഹംലു മയ്യിത്തിൻ മയ്യിത്ത് ചുമക്കുക. വമസ്സുഹു മയ്യിത്തിനെ സ്പർശിക്കുക. വമസ്സുൽ അംറദി മീശയും താടിയും മുളക്കാത്ത ആൺകുട്ടിയെ തൊടുക. വസ്സഗീറത്തി ചെറിയ പെൺകുട്ടിയെ തൊടുക. വൽ അബ്റസി വെള്ളപ്പാണ്ടുള്ള ആളെ തൊടുക. വൽ കാഫിരി അവിശ്വാസിയെ തൊടുക. വൽ ആനത്തി ഗുഹ്യരോമം തൊടുക. വൽ ഉൻസയൈനി വൃഷ്ണത്തെ തൊടുക. വ അസ്ലിൽ ഫഖ്ദി തുടക്കുറ്റി തൊടുക. വ ബാത്തിനിൽ അല്യത്തി ചന്തിയുടെ ഉള്ളു തൊടുക. വ നളറുൻ ബിശഹ്വത്തിൻ വികാരത്തോടെ നോക്കുക. വ തലഫുലുൻ ബിമഅസിയത്തിൻ തെറ്റായത് ഉച്ചരിക്കുക. വ ഗളബുൻ ദേഷ്യപ്പെടുക. വ ബുലൂഗുൻ ബിസ്സിന്നി വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാവുക. വ അദാഉ സ്വലാത്തിൻ ബിവുളൂഇൻ വുളൂ കൊണ്ടൊരു നിസ്കാരം നിസ്കരിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ വുളൂ സുന്നത്താണ്. ഇനി അടുത്തത് അൽ മസ്ഹു അലൽ ഖുഫൈനി രണ്ട് ഖുഫയുടെ മേൽ തടവുന്നതിനെ കുറിച്ചാണ്. യജൂസുൽ മസ്ഹു അലൽ ഖുഫൈനി ഫിൽ വുളൂഇ വുളൂഇൽ രണ്ട് ഖുഫയുടെ മേലിൽ തടവൽ അനുവദനീയമാണ്.
ബദലൻ അൻ ഗസ്ലിർ റിജ്ലൈനി, രണ്ട് കാല് കഴുകുന്നതിന് പകരമായിട്ട്. ആർക്കാണത്? ലി മുസാഫിരിൻ, യാത്രക്കാരൻ. ഏത് യാത്രക്കാരനാണ്? ഏത് മുസാഫിറാണ്? സഫറ ഖസ്രിൻ, ഖസറിന്റെ യാത്ര, അഥവാ 132 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര പോകുന്ന ഒരു യാത്രക്കാരന് രണ്ട് കാല് കഴുകുന്നതിന് പകരം 2 ഹുഫയെ തടവിയാൽ മതി. സലാസത അയ്യാമിൻ വലയാലിഹിന്ന, 3 രാപ്പലുകൾ. വലിൽ മുഖീമി യൗമൻ വലൈല, നാട്ടിൽ താമസിക്കുന്നവന് 1 രാപ്പകലും തടവാവുന്നതാണ്. വബ്തിദാഉൽ മുദ്ദത്തി മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമ, 2 ഹുഫ ധരിച്ചതിന് ശേഷമുള്ള അശുദ്ധി മുതലാണ് അതിൻ്റെ തടവുന്നതിൻ്റെ കാലം തുടങ്ങുന്നത്. വയജിബു നസ്ഉഹുമാ അനിൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധിയെത്തൊട്ട് വലിയ അശുദ്ധിയുണ്ടായാൽ 2 ഹുഫയും ഊരൽ നിർബന്ധമാണ്. ഇനി വശുറൂത്തുഹു ഖംസത്തുൻ, അതിൻ്റെ ഹുഫയുടെ ഷർത്തുകൾ 5 എണ്ണാണ്. 1 ലുബ്സുഹുമാ അലാ തുഹുരിൻ കാമിലിൻ, പൂർണ്ണ ശുദ്ധിയോടുകൂടെ 2 ഹുഫ ധരിക്കാം. 2 സത്രുഹുമാ മഹല്ലൽ ഫർലി, ഫർലായ സ്ഥലം മുഴുവൻ മറയണം. 3 ത്വഹാറത്തുഹുമാനൻ നജസി, നജസിനെ തൊട്ട് ശുദ്ധിയായിരിക്കണം. 4 മൻഉ നുഫൂദിൽ മാഇല റിജ്ലി, കാലിലേക്ക് വെള്ളം ഒലിക്കുന്നത് തടയണം. ഹുഫ ധരിച്ചാൽ പിന്നെ കാലിൽ വെള്ളം പാർന്നാൽ പിന്നെ കാലുമക്കാവാൻ പാടില്ല. 5 ഇംകാനു തറദ്ദുദ് ഫീഹിമാ ലിൽ ഹജാത്ത്, ആവശ്യങ്ങൾക്ക് വേണ്ടി ഹുഫ ധരിച്ച് നടക്കാൻ പറ്റണം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള സാധനമായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലാ യജൂസുൽ മസ്ഹു അലൽ ജൗറബി അല്ലദീ ലം യസ്തൗഫി ഹാദിഹി ശുറൂത്ത്, മേൽ പറയപ്പെട്ട ഷർത്തുകൾ പൂർത്തീകരിക്കാത്ത സോക്സ്, ആ സോക്സിൽ തടാൻ പാടില്ല. അഖല്ലുഹു, തടവുന്നതിൻ്റെ ചെറിയ രൂപം, മസ്ഹുൽ ബഅദി മിൻ അലാഹുമാ, 2 ഹുഫയുടെ മുകൾ ഭാഗം അല്പം തടവലാണ്. അക്മലുഹു, എന്നാൽ അതിൻ്റെ പൂർണ്ണരൂപം മസ്ഹു അലാഹുമാ, 2 ഹുഫയുടെ മുകൾ ഭാഗം തടവലാണ്. അസ്ഫലിഹിമാ, അതിൻ്റെ താഴ്ഭാഗത്തും മറത്തൻ, ഒരു തവണ, ഹുതൂത്തൻ, വരകളായി. 2 കൈയിൻ്റെ വിരലുകൾ വിടർത്തിപ്പിടിച്ച് വരക്കുക. ബി അൻ യുമിറ യദഹുൽ യുംന, അവൻ്റെ വലത് കൈ നടത്തുക, ഫിൽ അല, മുകൾ ഭാഗത്ത്, മിൻ അത്റാഫിൽ അസാബിഇ, കാൽ വിരലുകളുടെ ഭാഗത്തിൽ നിന്ന്, ഇലാ സാഖിഹി, തണ്ടങ്കാല് വരെ. അപ്പോൾ ഹുഫയുടെ മുകൾ ഭാഗത്ത് വലത് കൈ കൊണ്ട് കാൽ വിരലിൻ്റെ അവിടുന്ന് മുതൽ തണ്ടങ്കാല് വരെ മുകളിലോട്ട് തടവാം. വയദഹുൽ ഇസ്റാഫിൽ അസ്ഫലി, ഇടത് കൈ തടവേണ്ടത് താഴ്ഭാഗത്താണ്. ഫിൽ അസ്ഫലി, താഴ്ഭാഗത്ത്, മിനൽ അഖബി, മടമ്പ് മുതലാണ്, ഇല അത്റാഫിൽ അസാബി, കാൽവിരലുകൾ വരെ. അശക്കു ഫി ത്വഹാറത്തി, ശുദ്ധിയിലെ സംശയം. ലൗ ശക്ക ഫി തഗയ്യുരി മാഇൻ, വെള്ളം പകർച്ചയായിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ഔ തനജ്ജുസിഹി, അല്ലെങ്കിൽ നജസായിട്ടുണ്ടോ സംശയം. ഫഹുവ തഹൂർ, അത് ശുദ്ധിയാണ്. വലൗ തയക്കന തഗയ്യുറ, ഇനി ഒരാള് പകർച്ചയായി ഉറപ്പാണ്, വെള്ളം മാറ്റം വന്നിട്ടുണ്ട്, പകർച്ച വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. വശക്ക ഫീ സവാലിഹ, ആ പകർച്ച നീങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ ഫഹുവ ഗൈറു തഹൂരിൻ, അത് ശുദ്ധിയല്ല. എന്താണ് കാരണം? ലി അന്നൽ യഖീന ലാ യസൂലു ബിശ്ശക്കി, കാരണം ഉറപ്പ് സംശയം കൊണ്ട് നീങ്ങൂല. അപ്പൊ ശുദ്ധി ഉറപ്പാണ്. എന്താ സംശയം? അത് പകർച്ചയായിട്ടുണ്ടോ, അതില്ലെങ്കിൽ നജസായിട്ടുണ്ടോ സംശയം. അപ്പൊ തഹൂറാണ്. ഇനി എന്താ സംശയിക്കുന്നത്? പകർച്ചയായിട്ടുണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ അത് പകർച്ച മാറിയിട്ടുണ്ടോ, ഇത് സംശയിച്ചാൽ ശുദ്ധിയുമല്ല. കാരണം ഉറപ്പാണ് ഇവിടെ പിടിക്കേണ്ടത്. ഇനി നോക്കൂ, വലൗ ശക്കൽ മുത്തവല്ലിഉ അസ്നാ വുളൂഇഹി ഫി നിയ്യത്തി, ഒരാള് വുളൂഇന്റെ ഇടക്ക് വെച്ച്
നീയത്തിൽ സംശയിച്ചാൽ ഇസ്തഗ്നഫൽ വുളൂഅ, അവൻ വുളൂഅ് തലക്കുന്ന് തുടങ്ങണം. വലൗ ശക്ക ഖബലൽ ഫറാഗ് മിൻ ഉളുവിൻ ഫിസ്തിആബിഹി ഔ അദദി ഖസലാത്തിഹി. എന്താ പറഞ്ഞത്? ഒരാള് ഒരവയവം കഴുകിത്തീരുന്നതിന് മുമ്പ് ആ അവയവം പൂർണ്ണമായിട്ട് കഴുകിയോ, അതല്ലെങ്കിൽ അത് എത്ര വട്ടം കഴുകി എന്നതിൽ സംശയിച്ചാൽ അഖദ ബിൽ യഖീനി, അവൻ ഉറപ്പ് കൊണ്ട് പിടിക്കണം. ഏതവൻ ഉറപ്പ്? അതാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഔ ശക്ക ബഅദൽ ഫറാഗ് മിൻഹു ഫലാ യുവസ്സിറു, അതല്ലെങ്കിൽ അവയവം കഴുകിക്കഴിഞ്ഞതിന് ശേഷം സംശയിക്കുകയാണെങ്കിൽ ഫലാ യുവസ്സിറു, ആ സംശയത്തിന് പ്രസക്തിയില്ല. ഇനി നോക്കൂ, വലൗ ശക്ക ഫി അസ്ലി ഗസ്ലി ഉളുവിൻ, ഒരാള് ഒരവയവം തന്നെ കഴുകിയോ സംശയിച്ചു. ഉദാഹരണമായി മുഖം കഴുകിയോ തന്നെ സംശയിച്ചു. മുഖം കുറച്ച് കഴുകിക്കണോ അതല്ല എങ്കിൽ എത്ര വട്ടോ എന്നല്ല, മുഖം തന്നെ കഴുകിക്കണോ സംശയിച്ചാൽ എന്താണ് അവർക്ക് നിർബന്ധം? ലസിമഹു ഇആദത്തുഹു വമാ ബഅദഹു, ആ അവയവം സംശയിച്ച അവയവം വീണ്ടും കഴുകലും അതിന്റെ ശേഷമുള്ള അവയവം കഴുകൽ നിർബന്ധമാണ്. അമ്മ ശക്കു ഫീ ശൈഇൻ മിൻഹാ ബഅദൽ ഫറാഗ് മിനൽ വുളൂഇ ഫലാ യുവസ്സിറു, അപ്പോൾ ഒരവയവം കഴുകിക്കഴിഞ്ഞതിന് ശേഷം വല്ല കാര്യത്തിലും സംശയിച്ചാൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. വലാ യർതഫു യഖീനു വുളൂഇൻ, വുളൂ ഉണ്ടെന്ന് ഉറപ്പ് ഉയർന്നു പോകില്ല. ഔ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടെന്ന് ഉറപ്പ് ഉയർന്നു പോകില്ല. ബിശക്കി ഫീ ളിദ്ദിഹി, അതിന്റെ എതിരിൽ സംശയിക്കൽ കൊണ്ട്. വലാ ബിളന്നി ഫീഹി, അല്ലെങ്കിൽ അതിന്റെ എതിരിൽ ധരിക്കൽ കൊണ്ട്. അതിന്റെ എതിരിൽ സംശയിക്കൽ കൊണ്ടോ ഒരു ധാരണ കൊണ്ടോ വുളൂ ഉണ്ടെന്നുറപ്പോ അല്ലെങ്കിൽ അശുദ്ധി ഉണ്ടെന്നുറപ്പോ ഉയർന്നു പോകൂല. എന്ന് പറഞ്ഞാൽ വുളൂ ഉണ്ട് എന്നുറപ്പാണ്, പക്ഷേ വുളൂ മുറിഞ്ഞിക്കണോ സംശയം, എന്നാ പിന്നെ സംശയത്തിന് പ്രസക്തിയില്ല. അതുപോലെ അശുദ്ധി ഉണ്ട് എന്നുറപ്പാണ്, അഥവാ വുളൂ ഇല്ല എന്നുറപ്പാണ്, എന്നാൽ വുളൂ ഉണ്ടാക്കിക്കണോ ഇല്ലയോ എന്ന് സംശയിച്ചാലും അതിന് യാതൊരു പ്രസക്തിയില്ല. ഇവിടെ ഉറപ്പിനാണ് പ്രസക്തിയുള്ളത് എന്നർത്ഥം. ഫലവു ശക്ക, അപ്പോൾ ഒരാൾ സംശയിച്ചാൽ, മസലൻ ഉദാഹരണമായി, ഹൽ നാമ ഔ നാസ, ഞാൻ ഉറങ്ങിയതാണോ അതാ തൂങ്ങി ഉറങ്ങിയതാണോ, അല്ലെങ്കിൽ ഔ ഹൽ റജുലൻ ലമസ ബിംറാത്തൻ, പുരുഷനെയാണോ സ്ത്രീയാണോ സ്പർശിച്ചത് എന്ന് സംശയിച്ചാൽ ഫലാ യന്തഖിലുൽ വുളൂഉ, ഇവിടെ വുളൂ മുറിയുന്നതല്ല. എന്താ കാരണം? ഇവിടെ ഉറപ്പിനാണ് പ്രാധാന്യം നൽകിയത്. വുളൂ ഉണ്ടെന്ന് ഉറപ്പാണ്, സംശയം എന്താണ്? ഉറങ്ങിക്കണോ തൂങ്ങി ഉറങ്ങിക്കണോ. അതുപോലെ വുളൂ ഉണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ ആണിനെ പെണ്ണിനെ തൊട്ടത് സംശയം വന്നു. ചുരുക്കത്തിൽ സംശയത്തിന് പ്രസക്തിയുമില്ല, ഉറപ്പിനാണ് പ്രസക്തിയുള്ളത് എന്നർത്ഥം. ഇനി നമുക്ക് തരീബാത്ത് വായിക്കാം. നഖറു നസ്തബിൽ മാന വായിച്ചർത്ഥം പറയാനാണ്. ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഉർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂഇ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഉർറതഹു ഫൽയഫ്അൽ. എന്താർത്ഥം? അന്ത്യദിനത്തിൽ എന്റെ സമുദായത്തെ കൈകാലുകൾ വെളുത്തവരെ, വുളൂഇന്റെ അടയാളത്തിനാൽ കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് കൈകാലുകൾ നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ നീട്ടിക്കഴുകട്ടെ എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഇനി നോക്കൂ, നുക്മിൽ ഫറാബ്, വിട്ട ഭാഗം പൂരിപ്പിക്കാം. 1. ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവല്ലഅ. അടുത്തത് 2. യജൂസുൽ മസ്സു അലൽ ഖുഫൈനി ലിൽ മുസാഫിരി സഫറ ഖസ്രി 3 അയ്യാം. ഇനി അടുത്ത നക്തശഫിൽ ഇജാബ, ഉത്തരം എഴുതാൻ ഒന്നാമത്തെ ചോദ്യം. മൽ ഉമൂറുല്ലത്തി തഹറമു ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? 1. നിസ്കാരം, 2. തവാഫ്, 3. സുജൂദ്, 4. ജുമുഅ ഖുതുബ, 5. മുസ്ഹഫ് ചുമക്ക, 6. മുസ്ഹഫ് തൊടുക. രണ്ടാമത്തെ ചോദ്യം. യുസന്നിൽ വുളൂഉ ലി ഉമൂരിൻ മാഹിയ, ചില കാര്യങ്ങൾക്കുള്ള സുന്നത്താണ്. അവ ഏതെല്ലാം? 1. ഖുർആൻ പാരായണം,
2 ഹദീസ് പാരായണം, 3 ഖുർആൻ ഹദീസ് കേൾക്കുക, 4 അള്ളാഹ്ക്ക് ദിക്റല്ലുക, 5 മതവിജ്ഞാനം പഠിക്കുക, 6 അത് പഠിപ്പിക്കുക, 7 അത് എഴുതുക, 8 പള്ളിയിൽ പ്രവേശിക്കുക, 9 നബിത്തങ്ങളെ സിയാറത്ത് ചെയ്യുക, 10 ബാങ്ക് വിളിക്കുക, 11 ഇഖാമത്ത് കൊടുക്കുക, 12 ജനാബത്തുകാരൻ തിന്നുക, 13 ജനാബത്തുകാരൻ കുടിക്കുക, 14 സംഭോഗം ചെയ്യുക, 15 മയ്യത്ത് ചുമക്കുക, 16 തഫ്സീറിന്റെ കിതാബുകൾ ചുമക്കുക. ഇനി അടുത്ത ചോദ്യം, 3-മത്തത് യുന്തബിൽ വുളൂഉ മിൻ ഉമൂരിൻ മാഹിയ. ചില കാര്യങ്ങൾ ചെയ്താൽ ഉളു സുന്നത്താണവയവ. 1 നഖം വെട്ടുക, 2 മീശ വെട്ടുക, 3 തലമുടി കളയുക, 4 ഛർദിക്കുക, 5 മയ്യത്തിനെ ചുമക്കുക, 6 മയ്യത്തിന് തൊടുക, 7 മീശയും താടി മുളക്കാത്ത ആൺകുട്ടിയെ തൊടുക, 8 ചെറിയ പെൺകുട്ടിയെ തൊടുക, 9 വെള്ളപ്പാണ്ടുള്ള ആളെ തൊടുക, 10 അവിശ്വാസിയെ തൊടുക, 11 ഉഹിയരോമം തൊടുക, 12 വൃഷ്ണമണിയെ തൊടുക, 13 തൊടക്കുറ്റിയെ തൊടുക, 14 ചന്തിയിൽ ഉള്ളു തൊടുക, 15 വികാരത്തോടെ നോക്കുക, 16 തെറ്റായ കാര്യം ഉച്ചരിക്കുക, 17 ദേഷ്യപ്പെടുക, 18 വയസ്സുകൊണ്ട് പ്രായപൂർത്തിയെത്തുക, 19 ഉളൂ കൊണ്ട് നിസ്കരിക്കുക. ഇനി 4-മത്തെ ചോദ്യം, കം ഷർത്തല്ലിൽ മസ്ഹിൽ ഖുഫി മാഹിയ. ഖുഫ തടവാൽ ഷർത്തുകൾ ഏതെല്ലാം? 5 1 2 ഖുഫ പൂർണ്ണ ശുദ്ധിയിൽ ധരിക്കുക, 2 ഫർലായ സ്ഥലം മറയുക, 3 നജസിനെ തൊട്ട് 2 ഖുഫ ശുദ്ധിയായിരിക്കുക, 4 കാലിലേക്ക് വെള്ളം ചേരുന്നത് തടയുക, 5-മത്തത് ആവശ്യങ്ങൾക്ക് വേണ്ടി ഖുഫ ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ കഴിയുക. ഇനി നോക്കൂ, നൂലഹുൽ മസ്അല വരിക്കാനാണ് 1 ഹറഖുൽ ഖുർആനിനെ കരിക്കുന്ന രീതി എന്ത്? സൂക്ഷിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി ഖുർആന് കരിക്കാം, അല്ലെങ്കിൽ കരിക്കാൻ പാടില്ല. 2-മത്തത് അൽ മസ്ഹു അലൽ ജൗരബി ഷാഇഇ ഫി ബിലാദിന ഇൻദൽ വുളൂഇ. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന സോക്സ് ധരിച്ച് വുളൂ എടുക്കുന്ന സമയത്ത് തടയാൻ പറ്റൂല. കാരണം ആ സോക്സ് ഇട്ട് നടക്കാനും പറ്റൂല, അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ കാലിലേക്കെത്തും. ഇനി അടുത്തത് നുവഫിഖു ബൈന ത്വായിഫതൈനി, യോജിപ്പിച്ച് എഴുതാനാണ്. ഷക്ക ഫീ തനജുസിൽ മാഇ, വെള്ളം നജസയിക്കണോ സംശയം. ഏതാണ് മെച്ചായത്? ഫൽ മാഉ തുഹൂറുൻ, അതാ വെള്ളം ശുദ്ധിയാണ്. അടുത്തത് തയക്കന തഗയ്യുറൽ മാഇ വശക്ക ഫീ സവാലി ഫഹുവ. വെള്ളം പകർച്ചയായിട്ടെന്ന് ഉറപ്പാണ്, പക്ഷെ നീങ്ങിക്കണമില്ല സംശയം എങ്കിൽ ഫഹുവ ഗൈറു തഹൂറിൻ, അതെന്തല്ല, തഹൂറല്ല. 3-മത്തത് ലൗ ഷക്കൽ മുതവല്ലി വസ്ന വുളൂഇ ഫി നിയ്യത്തി. വുളൂവിന്റെ ഇടക്ക് വെച്ച് നിയ്യത്ത് സംശയിച്ചാൽ ഫലാ യന്തഖിലുൽ വുളൂ ഇസ്തഗ്ന ഫൽ വുളൂ, വുളൂ തലക്കെന്ന് തുടങ്ങണം. അവസാനത്തത് ലൗ ഷക്ക ഹൽ നാമവു നാസ, തൂങ്ങി സംശയിച്ചാൽ ഫലാ യന്തഖിലുൽ വുളൂ മുറിയില്ല. ഇനി നോക്കൂ, നസ്തഹ്ലിറു മിനദ്ദാക്കിറ, മനസ്സിനെടുത്ത് എഴുതാനാണ്. 1 ഫുറൂലുൽ വുളൂവിന്റെ ഫർളുകൾ 6. 1 നിയ്യത്ത്, 2 മുഖം കഴുകുക, 3 കൈ 2 മുട്ടുൾപ്പെടെ കഴുകുക, 4 തല തടവുക, 5 ഞെരിയാനുൾപ്പെടെ 2 കാലം കഴുകുക, 6 തർത്തീബ്. ഇനി 2-മത് ഫുറൂലുൽ ഗുസ്ലി, കുളിയുടെ ഫർളുകൾ. 1 നിയ്യത്ത്, അഥവാ കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ ആദ്യത്തിൽ കരുതൽ. 2 ശരീരം മുഴുവനും വെള്ളം ചേർക്കൽ. ഇനി 3-മത് സുനനുൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകൾ. 1 കുളിയുടെ ആദ്യം ബിസ്മി ചൊല്ലുക, 2 ശരീരത്തിലെ മ്ലേച്ഛ വസ്തുക്കളെ നീക്കുക, 3 വായു വെള്ളം കുപ്പിളിക്കുക, 4 വുളൂ ചെയ്യുക, 5 കിബിലക്ക് മുന്നിടുക, 6 കുളി കഴിഞ്ഞ ഉടനെ വുളൂവിന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരിക മുതലായവ സുന്നത്താണ്. 4 വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു
اللهم اجعلني من التوابين اجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك استغفرك واتوب اليك وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹു നമുക്ക് പൂർണ്ണമായി ഉളവ് ചെയ്ത് ഉറൻ മുഹജ്ജലീങ്ങളിൽ അള്ളാഹു നമ്മൾ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.